അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്, ആഫ്റ്റർ എക്സ്പ്ലോഷൻ ഓഫ് എ ഷെൽ pieces fly off in different direction, then in such a case what is conserved? In such a case what is conserved എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്ത് പോരണം. തെറ്റുന്നതൊന്നും കുഴപ്പമില്ല, ശരിയാകുന്നത് തെറ്റാകുന്നതും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഉത്തരം എന്നുള്ളത് കമന്റ് ചെയ്ത് തരണേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. ഫോഴ്സ്, മൊമെന്റം, വർക്ക്, പൊട്ടൻഷ്യൽ എനർജി എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പം ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുമ്പോൾ അത് ഡിഫറെന്റ് ഒരു ഒബ്ജക്റ്റ് എക്സ്പ്ലോഡ് ചെയ്ത ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവിടെയുള്ള ഓരോ ഫ്രാഗ്മെന്റിന്റെ കേസിലും ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് അത് പോകുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ കൺസേർവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മൊമെന്റം ആണ്. അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത്, അതിന്റെ ആക്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസേർവ്ഡ് ആണ്. ഹിയർ ദ മൊമെന്റം ഈസ് കൺസേർവ്ഡ് എന്ന് പറയാം. മൊമെന്റം ആണ് ഇവിടെ കൺസേർവ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ മൊമെന്റം കൺസർവേഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. Momentum before the explosion is equal to momentum after the explosion. Before explosion അതിന്റെ momentum എന്താണോ after explosion അല്ലെങ്കിൽ initial momentum എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റത്തിന് ഈക്വൽ ആണ്. ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ മൊമെന്റത്തിന് ഈക്വൽ ആണ്. ഇനിഷ്യൽ മൊമെന്റം ഈക്വൽ ടു എന്താണ്? ഫൈനൽ മൊമെന്റം ആണ്. ഇനിഷ്യൽ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റം ആണ് വരുന്നത്. ഈ മൊമെന്റത്തെ കുറിച്ച് പറയുമ്പോൾ മൊമെന്റത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയേ. മൊമെന്റത്തിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു നോക്കിയേ. മൊമെന്റം ഈസ് ഡിഫൈൻഡ് ആസ് എന്ത് പറയാം? മാത്തമാറ്റിക്കലി നമ്മൾ മൊമെന്റത്തെ ഡിഫൈൻ ചെയ്തത് 2 കൂട്ടം കാര്യങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് മൊമെന്റത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത് പഠിക്കുന്നത്. മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലെ. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്ന് പറയുന്നത് മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു വെക്കുക. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മൊമെന്റം അളക്കുവാൻ ഉപയോഗിക്കുന്ന, മൊമെന്റം റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൊമെന്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മൊമെന്റത്തെ കുറിച്ച് പറയും. പിന്നെ അടുത്ത ഫോഴ്സിലേക്ക് വരുമ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ടൈം റേറ്റ് ഓഫ് മൊമെന്റം ആണ് എന്തെന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എഫ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഈക്വൽ ടു എന്ത് പറയാം? ഡി പി ഡിവൈഡഡ് ബൈ എന്താണ്? ഡി ടി ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മൊമെന്റം എന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് അവനെ ഇങ്ങനെ മാറ്റി എഴുതാൻ സാധിക്കും. ഡി ഡിവൈഡഡ് അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് എന്ത് പറയാം? എം വി എന്ന് പറയാം. ഡി ബൈ ഡി ടി ഓഫ് എം വി എന്ന് പറയാം. അവിടെ എം മാസ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. മാസിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡി വി ഡിവൈഡഡ് ബൈ എന്താണ്? ഡി ടി ആണ്. ഡി വി ബൈ ഡി ടി. ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. നമ്മൾ പാർട്ടിക്കിൾ ഡൈനാമിക്സ് പഠിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മോഷൻ പഠിക്കുമ്പോഴത്തേക്ക് ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ടൈം റേറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്, ത്വരണമാണ് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് അതിനെ ഇങ്ങനെ മാറ്റി പറയാൻ സാധിക്കും. എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? എം എ ആണ്. എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറയാൻ സാധിക്കും എം എ ആണ്. ഇത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ലോ ആണ്. എഫ് എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ പ്രൊപ്പോർഷണൽ ആണ്. അവിടെ നിന്ന് നമ്മൾ എഫ് ഇസ് ഈക്വൽ എന്ത് കിട്ടും? നമുക്ക് എം എ എന്നൊരു ഡെഫിനിഷൻ കിട്ടുന്നത്. എഫ് ഇസ് ഈക്വൽ എന്താണ്? എം എ എന്ന് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഫോഴ്സിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനിഷൻ നൽകുന്ന നിയമമാണ് ഏതെന്ന് പറയുന്നത്? ഫോഴ്സിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനിഷൻ നൽകുന്ന നിയമം എന്ന് പറയുന്ന ഏതാണ്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയാം. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് പറയാൻ സാധിക്കും. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കാം. അല്ലെങ്കിൽ ന്യൂട്ടൺ ആണ് ആരുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്? ഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. 2 കൂട്ടം കാര്യങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ട് വേണേൽ പറയാം. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രോഡക്റ്റ് ആണ്. ഫോഴ്സിനെ എഫ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റിനെ എസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്ന എഫ് എസ് എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലും കൂടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്ന് പറയാം. എഫ് എസ് കോസ് തീറ്റയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊസിഷൻ അല്ലെങ്കിൽ സ്ട്രെയിൻ കൊണ്ട് ഒരു ഒബ്ജക്റ്റിന് ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത്? അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പൊട്ടൻഷ്യൽ എനർജി PE ഈക്വൽ ടു എന്താണ്? mgh ആണ്.
പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh എന്ന് പറയാൻ സാധിക്കും. ആ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, a particle in the medium completes 40 vibrations in 2.5 seconds. 40 vibrations in 2.5 seconds. The frequency of the wave equal to dash. സിമ്പിൾ ചെറിയൊരു പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി കാണാൻ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഈക്വൽ ടു നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഡിവൈഡഡ് ബൈ എന്ത് പറയാം, ടൈം എന്ന് പറയാം. നമ്പർ ഓഫ് വൈബ്രേഷൻ ഡിവൈഡഡ് ബൈ എന്തെടുത്താൽ മതി, ടൈം എടുത്താൽ മതി. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് വൈബ്രേഷൻസ്, ടോട്ടൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് 40 ആണ്. 40 ഡിവൈഡഡ് ബൈ എത്രയാണ്, 2.5 എടുത്താൽ മതി. 40/2.5 എന്ന് പറയുന്നത് എത്രയാണ്, 16 ഹെർട്സ് എന്ന് കിട്ടും. 16 ഹെർട്സ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ അത് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം തന്നെയാണ് വന്നിരിക്കുന്നത്. 9800 joule of energy was spent to raise a mass of 70 kilogram. The mass was raised to a height of dash. 9800 joule of energy was spent to raise a mass of 70 kilogram. The mass was raised to a height of dash. അപ്പൊ ഇവിടെ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എനർജിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് ഒരു മാസിനെ ഉയർത്താനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ഹൈറ്റിലേക്ക് ഒരു മാസിനെ ഉയർത്തുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ മാസിന്റെ എനർജി എന്ന് പറയുന്ന ഏത് എനർജി ആയിരിക്കണം, പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമുക്ക് എടുക്കാം, ശരിയല്ലേ? അപ്പൊ 9800 എന്ന് പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അല്ലേ വരുന്നത്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയാണ് 9800. എം തന്നിട്ടുണ്ട്. ഓക്കെ, 140 എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ, 140 കിട്ടി. ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് 70 കിലോഗ്രാം എന്ന് കിട്ടിയിട്ടുണ്ട്. മാസ് ഈക്വൽ ടു എത്രയാണ്, 70 കിലോഗ്രാം. ജി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ജി എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന് എടുക്കാം, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നെ എടുക്കാം. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരുന്നത്. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് എച്ച് ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല അനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh എന്ന് പറയാം. അവിടുന്ന് എച്ച് ഇസ് ഈക്വൽ ടു ഹൈറ്റ് വേണമെങ്കിൽ ഹൈറ്റിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജിയെ എം ജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താകും, ഹൈറ്റ് ആകും. അപ്പൊ ഹൈറ്റ് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 9800 ആണ്, ഡിവൈഡഡ് ബൈ എം എന്ന് പറയുന്നത് 70 ആണ് വരുന്നത്. 70 ഇൻറ്റു എന്താണ് വരുന്നത്, 70 ഇൻറ്റു എന്ന് പറയാൻ സാധിക്കും നമുക്ക്. ഒരു 10 കൂടെ വരുന്നില്ലേ, 10 കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു 0 ക്യാൻസൽ ആയി. 140 ആണോ അനില? ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേ. mg70 ഇൻറ്റു 10 ആണ്. അപ്പൊ ഒരു 10ഉം ഒരു 0യും ക്യാൻസൽ ആയി. ഇവിടുത്തെ ഒരു 0യും ഈ ഒരു 0യും കൂടെ ക്യാൻസൽ ആയി പോകത്തില്ലേ, which is equal to 98 divided by 7 എന്നല്ലേ കിട്ടുന്നത്. 98/7 ആകുമ്പം ഇത് 70 + 28 which is അല്ലെങ്കിൽ 14 എന്ന് വരും. 98/7 എന്ന് പറയുന്നത് എത്രയാണ്, 14 മീറ്റർ ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാ വരേണ്ടത്, ഓപ്ഷൻ എ ആണ്. അവന് കിട്ടിയ ആൻസർ റൈറ്റ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അവൻ ഇതിന് മുമ്പത്തെ ക്വസ്റ്റിന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്തല്ലേ, എ പറഞ്ഞത്. അപ്പൊ ഇവിടെ 140 വരത്തില്ല, എത്രയാണ്, 14 ഉള്ളൂ. അപ്പൊ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇപ്പം 140 അല്ല കമന്റ് ചെയ്തു, ഓപ്ഷനിൽ 140 കിടപ്പുണ്ട്, അതുകൊണ്ട് മാർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ ചെയ്യാൻ അറിയാവുന്നതല്ല, സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പിൽ എവിടെയോ തെറ്റിപ്പോയിട്ട് ആൻസർ പോയതാണ്. അപ്പൊ ഞാൻ അടുത്തതിലേക്ക് കടക്കുകയാണ്. ഒരു ടെമ്പറേച്ചർ സ്കെയിലിന്റെ ഒരു പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. ടു ചേഞ്ച് എ ടെമ്പറേച്ചർ ഫ്രം ദ കെൽവിൻ സ്കെയിൽ ടു സെൽഷ്യസ് സ്കെയിൽ യു ഹാവ് ടു ഡാഷ്. ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യാം. ഇതെനിക്ക് ആ ടോപ്പിക്ക് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്. ഈ കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും തമ്മിലുള്ള റിലേഷൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. കെൽവിൻ K-273 divided by 5 equal to C-0 divided by 5 എന്ന് പറയാം. അല്ലെങ്കിൽ 5 രണ്ടിടത്തും കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും തമ്മിലുള്ള റിലേഷൻ ആണ്. K-273 ഈക്വൽ ടു സെൽഷ്യസ് ആണ്. അല്ലെങ്കിൽ സെൽഷ്യസ് ഇസ് ഈക്വൽ ടു
സെൽഷ്യസ് ഇസ് ഈക്വൽ ടു കെ മൈനസ് എന്ത് പറയാം 273 എന്ന് പറയാം. ഇതിന്റെ മീനിങ് എത്രയേ ഉള്ളൂ, കെൽവിൻ സ്കെയിലിലെ ഒരു താപനില, കെൽവിൻ സ്കെയിലിൽ ഒരു താപനില തന്നാൽ, കെൽവിൻ സ്കെയിലിൽ ഒരു താപനില തന്നാൽ അതിൽ നിന്നും 273 കുറച്ച് കഴിഞ്ഞാൽ, അതിൽ നിന്നും 273 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെൽഷ്യസ് താപനില കിട്ടും. ഇനി ഇതിനെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കെ ഇസ് ഈക്വൽ ടു, കെ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇങ്ങനെ പറയാം, സി പ്ലസ് 273 എന്ന് പറയാം. കെ ഇസ് ഈക്വൽ ടു സി പ്ലസ് 273 എന്ന് പറഞ്ഞാൽ സെൽഷ്യസ് ടെമ്പറേച്ചർ തന്നാൽ, സെൽഷ്യസ് തന്നാൽ അതിനെ കെൽവിൻ ആക്കാൻ, സെൽഷ്യസ് തന്നാൽ അതിനെ കെൽവിൻ ആക്കാൻ, സെൽഷ്യസ് തന്നാൽ അതിനെ കെൽവിൻ ആക്കാൻ എന്ത് ചെയ്യണം, 273 കൂട്ടണം. എന്നാൽ കെൽവിൻ തന്നിട്ട്, കെൽവിൻ ടെമ്പറേച്ചർ തന്നിട്ട് അതിനെ സെൽഷ്യസ് ആക്കാൻ എന്ത് ചെയ്യണം, 273 കുറയ്ക്കണം. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്, ഓപ്ഷൻ എ അല്ല വരുന്നത്, എന്താണ്, സബ്ട്രാക്ട് 273 ഫ്രം ദ ഗിവൺ ടെമ്പറേച്ചർ ടു ചേഞ്ച് എ ടെമ്പറേച്ചർ ഫ്രം കെൽവിൻ സ്കെയിൽ ടു സെൽഷ്യസ് സ്കെയിൽ. കെൽവിൻ സ്കെയിലിൽ നിന്ന് സെൽഷ്യസ് സ്കെയിലിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് 273 ഫ്രം ദ ഗിവൺ ടെമ്പറേച്ചർ. കാര്യം സെറ്റാണോ, മനസ്സിലായോ? തിരിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ടു ചേഞ്ച് എ ടെമ്പറേച്ചർ ഫ്രം സെൽഷ്യസ് സ്കെയിൽ ടു കെൽവിൻ സ്കെയിൽ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് പറയാം, ആഡ് 273 എന്ന് പറയാം, ആഡ് 273 എന്ന് പറയാം. സെൽഷ്യസിനെ കെൽവിൻ ആക്കാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം, ആഡ് 273 ആണ്. കൺസിഡർ എ പ്ലാനറ്റ് ഹൂസ് മാസ് ആൻഡ് റേഡിയസ് ആർ 1/3 the mass and radius of Earth. Consider a planet whose mass and radius are 1/3 the mass and radius of Earth. അപ്പൊ നമുക്ക് ഏതൊരു പ്ലാനറ്റ് ഉണ്ട്, ആ പ്ലാനറ്റിന്റെ മാസ് എന്ന് പറയുന്നത്, മാസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത്, എർത്തിന്റെ മാസ് എം ആണെങ്കിൽ എർത്തിന്റെ മാസിന്റെ 1/3 ആണ്. അപ്പൊ പ്ലാനറ്റിന്റെ മാസ് എന്ന് പറയുന്നത് m/3 എന്ന് എടുക്കാം. എർത്തിന്റെ മാസാണ് എം. റേഡിയസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ പ്ലാനറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് ബൈ 3 ആണ്, എർത്തിന്റെ റേഡിയസ് ബൈ 3 ആണ്. എങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയെന്നാണ് ചോദ്യം. ഒന്ന് തനിയെ ചെയ്ത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് gm ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. gm ഡിവൈഡഡ് ബൈ എന്താണ്, ആർ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ കണ്ടീഷൻസ്, അവർ ഈ പറഞ്ഞിരിക്കുന്ന മാസ് 1/3 ആകും, റേഡിയസ് 1/3 ആകും, അങ്ങനെയുള്ള ഈ കണ്ടീഷൻസ് നമുക്ക് അതിലേക്ക് കൊടുക്കണം. ഇവിടെ മാസിന് പകരം g ഇസ് ഈക്വൽ ടു മാസിന് പകരം എന്ത് കൊടുക്കാൻ സാധിക്കും നമുക്കിവിടെ, g ഇൻറ്റു എർത്തിന്റെ മാസ് എന്താണോ ആ മാസിന്റെ 1/3 ആയിട്ട് മാറും. അപ്പൊ അത് m/3 ആയിട്ട് മാറും. m/3 ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് r/3 ആയിട്ട് മാറും. അപ്പൊ അത് ആർ സ്ക്വയർ വരും. ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ അതൊരു 3 വരുമ്പോൾ 3 സ്ക്വയർ വന്നത് 9 ആയി. ആ 9 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പൊ അവരെ വേണമെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ പറയാം, 9/3 gm ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, അപ്പൊ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് നമുക്ക് 3 വരുന്നുണ്ട്. 3 വരുന്നപ്പോൾ ആൻസർ ആയിട്ട് എടുക്കാന്നല്ലേ, കണ്ടീഷൻസ് കൊടുക്കാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ വാല്യൂ എന്താണോ ആ ഇനിഷ്യൽ വാല്യൂവിന്റെ 3 ടൈംസ് അല്ലേ വന്നിരിക്കുന്നത്, ഇൻറ്റു 3 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ ഡി പറയാൻ ആൻസർ ആയിട്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇലക്ട്രിസിറ്റിയെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, റെസിസ്റ്റേഴ്സിന്റെ കാര്യമാണ്. 3 identical resistors, each of 6 ohm are connected in parallel. The equivalent resistance of the combination will be dash. 3 identical resistors, each of 6 ohm are connected in parallel. അങ്ങനെയെങ്കിൽ ആ കോമ്പിനേഷന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോർമൽ ഫോമിൽ, അതായത് പാരലൽ കോമ്പിനേഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ 1/r is equal to 1/r1 plus 1/r2 plus 1/r3 എന്ന ഫോമിൽ എടുക്കും. അപ്പൊ ആ ഒരു ഫോമിൽ കൊണ്ടുപോകണമെന്നില്ല, കാരണം ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 3 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണ്. ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
അവിടുത്തെ പാരലൽ കോമ്പിനേഷൻ ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പാരലൽ കോമ്പിനേഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സിനെ പാരലലി കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R പാരലൽ എന്ന് പറയുന്നത് R/n ആയിരിക്കും. അപ്പൊ നമ്മുടെ ചോദ്യം അനുസരിച്ച് ഇവിടെ n-ന്റെ വാല്യൂ എന്ത് കൊടുത്താൽ മതി? നിങ്ങൾ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ഉപയോഗിച്ചാൽ മതി. n-ന്റെ വാല്യൂ 3 ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ഓം അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ 6 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടുന്നു? 6 ഡിവൈഡഡ് ബൈ 3 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണ്. 6/3 എന്ന് കിട്ടുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 2 ഓം എന്ന് കിട്ടുന്നു. വിച്ച് ഇസ് ഈക്വൽ എന്താണ്? 2 ഓം ആണ്. കാര്യം കത്തിയോ? മനസ്സിലായോ? അപ്പൊ ഇതേ ചോദ്യം തന്നെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാണ്. ഈ പാരലൽ കോമ്പിനേഷൻ എന്നുള്ള മാറ്റിയിട്ട് അത് സീരീസ് എന്നാണ് ചോദിക്കുന്നതെങ്കിലോ? സീരീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് വരും? ഒന്ന് ആൻസർ കമന്റ് ചെയ്തേ. സീരീസിലാണ് വരുന്നതെങ്കിൽ എന്ത് വരും? n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സിനെ നമ്മൾ സീരീസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ R സീരീസ് എന്ന് പറയുന്നത് NR എണ്ണം കൊണ്ട് ഒരെണ്ണത്തിന്റെ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ചോദ്യം അനുസരിച്ച് 3 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ഒരെണ്ണത്തിന്റെ വാല്യൂ 6 ആണ് വരുന്നത്. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എന്ത് പറയാം? 6 എന്ന് പറയാം. വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 6 എന്ന് പറയാം. 3 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയാണ്? 18 ഓം ആണ് വരുന്നത്. 18 ഓം ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. A car is moving with a high speed. Which energy does not it possess? എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഓപ്ഷൻസ് കണ്ടോ? ഓപ്ഷൻസ് 2 ഫോഴ്സിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ അത് എന്താണ് 2 എലിമിനേറ്റ് ആവും എന്നൊക്കെ പറയാം. എന്തുവരും അപ്പൊ ആൻസർ ആയിട്ട്? ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു കാറിന് ഇല്ലാത്ത എനർജി എന്ന് പറയുന്നു. ഒരു ലെവൽ സർഫസിലൂടെ മൂവ് ചെയ്യുമ്പം വിച്ച് എനർജി ഡസ് ഇറ്റ് പോസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡസ് ഇറ്റ് പോസസ് ആണ്. അപ്പം മൂവിംഗ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ച്, ചലിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതിന്റെ ഊർജം എന്ന് പറയുന്നത് എന്താണ്? ഗതികോർജമാണ് അല്ലെ? കൈനറ്റിക് എനർജിയാണ് വരുന്നത്. ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് അതിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയാണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. മോഷൻ മൂലം ഒരു ഒബ്ജക്റ്റിന്റെ എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്ന 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയാൻ സാധിക്കും. ആ ഒബ്ജക്റ്റിന്റെ മാസിനെയും അതിന്റെ വെലോസിറ്റിയുടെ സ്ക്വയറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ mv² എന്ന് പറയാം. അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ പറയുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മറ്റൊരു രീതി നമുക്ക് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു p² ഡിവൈഡഡ് ബൈ മൊമെന്റം സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്? 2m ആണ്. p² ഡിവൈഡഡ് ബൈ എന്ത് പറയാൻ സാധിക്കും? 2m എന്ന് പറയാം. p² ഡിവൈഡഡ് ബൈ 2m എന്ന് പറയാം. ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയേ, ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് അതിന്റെ വെലോസിറ്റി ഡബിൾ ആകുകയാണെങ്കിൽ, വെലോസിറ്റി ഡബിൾ ആകുകയാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? പറയാമോ? അതിന്റെ കൈനറ്റിക് എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് സ്ക്വയർ ആണ്. അപ്പൊ എന്ത് ചേഞ്ച് ഉണ്ടാവും നോക്കണം. വെലോസിറ്റി ഡബിൾ ആയാൽ, അപ്പൊ വെലോസിറ്റി ഡബിൾ ആകുക എന്ന് പറയുമ്പോൾ ഈ വി എന്ന ടേം വന്നെടുത്ത് വിക്ക് പകരം നമ്മൾ 2v എന്നല്ലേ ഉപയോഗിക്കണ്ടേ? പറഞ്ഞ മനസ്സിലായോ കൃഷ്ണ? വി ഡബിൾ ആകുക എന്ന് പറഞ്ഞാൽ വിക്ക് പകരം നമ്മൾ ഇക്വേഷനകത്ത് എന്ത് ഉപയോഗിക്കണം? 2v എന്ന് ഉപയോഗിക്കണം. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈക്വൽ എന്താണ്? ½ mv² ആണ്. അപ്പൊ വിക്ക് പകരം അത് ഡബിൾ ആയതുകൊണ്ട് 2v എന്നിട്ട് കൊടുത്തു. അപ്പൊ 2v² എന്ന് വന്നു. വിച്ച് ഇസ് ഈക്വൽ ടു ½ ഇൻറ്റു m ഇൻറ്റു ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 2ന്റെ സ്ക്വയർ 4 വന്നു. വിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് v² വന്നു. അപ്പൊ ആ 4 ഇങ്ങ് പുറത്തേക്ക് ചാടുമ്പം അത് 4 ഇൻറ്റു ½ mv² വരും. ശരിയല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂ. അതേ ഇൻറ്റു എത്രയെന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് നോക്കി. 4 എന്നല്ലേ? അപ്പൊ കൈനറ്റിക് എനർജി ബിക്കംസ് എന്ത് പറയാം നമുക്ക്? ബിക്കംസ് 4 ടൈംസ് ആണ്. കൈനറ്റിക് എനർജി ബിക്കംസ് എന്താണ്? 4 ടൈംസ് എന്ന് പറയാം. കത്തിയോ? കാര്യം മനസ്സിലായോ? ഇനി ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് ചോദിച്ചാലോ? ഇൻക്രീസ് ആണ് ചോദിക്കുന്നതെങ്കിൽ 3 ടൈംസേ ഉള്ളൂ.
1 ഉണ്ടായിരുന്നതാണ് 4 ആയിരിക്കുന്നത്. 1 4 ആകുമ്പം ഇൻക്രീസസ് ബൈ എന്ത് പറയാം? ഇൻക്രീസസ് ബൈ എന്ത് പറയാം? 3 ടൈംസ് എന്ന് പറയാം. ഇൻക്രീസസ് ബൈ എന്തെടുക്കാൻ സാധിക്കും? 3 ടൈംസ് എടുക്കാൻ സാധിക്കും. കത്തിയില്ലേ? ഇനി നമ്മൾ മൊമെന്റത്തിലേക്ക് വരുമ്പോൾ മൊമെന്റത്തിന്റെ ടേംസിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. SSC എക്സാമിന് തന്നെ ചോദ്യം വന്നിട്ടുള്ളതാണ്. മൊമെന്റത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ കൂടെ ഞാനൊന്ന് പറയാം. അതുകൂടെ നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇനി കടക്കാം. SSC RRB എക്സാമിനൊക്കെ വന്നിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇതിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് അടുത്ത കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ദ മൊമെന്റം ഓഫ് എ മൂവിംഗ് ഒബ്ജെക്ട് ബിക്കംസ് ഡബിൾ, momentum of a moving object becomes double, then its kinetic energy will become dash. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് വെലോസിറ്റി ഡബിൾ ആകുന്ന കേസ് നമ്മൾ ചെയ്തു. വെലോസിറ്റി ഡബിൾ ആകുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 4 ടൈംസ് ആകുമെന്ന് കിട്ടി. 4 ടൈംസ് ആകുമെന്ന് കിട്ടി. അപ്പം മറ്റൊരു പ്രോബ്ലമാണ് മൊമെന്റം ബിക്കംസ് ഡബിൾ ദെൻ കൈനറ്റിക് എനർജി. മൊമെന്റം ബിക്കംസ് ഡബിൾ ദെൻ കൈനറ്റിക് എനർജി. അപ്പൊ മൊമെന്റം ഡബിൾ ആകുക എന്ന് പറഞ്ഞാൽ ഈ പിക്ക് പകരം ഇക്വേഷനകത്ത് നമ്മൾ പിക്ക് പകരം എന്ത് ഉപയോഗിക്കുക? 2p എന്ന് ഉപയോഗിക്കുക. പിക്ക് പകരം 2p എന്ന് ഉപയോഗിക്കുക. അപ്പൊ ഈ റിലേഷൻ വേണം ഉപയോഗിക്കാനായിട്ട്. അവിടെ പി സ്ക്വയർ വന്നിടത്ത് 2p ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് വരും. 2p ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് വരും. അതിനെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് അത് 4p സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് വരും. 4നെ വേണമെങ്കിൽ പുറത്തേക്ക് ഇറക്കി എഴുതി കഴിഞ്ഞാൽ 4 ഇൻറ്റു അതെന്ത് വരും? പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് വരും. ഇത് നമ്മുടെ ഇനിഷ്യൽ വാല്യൂ അല്ലേ? ആ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 4 ടൈംസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം മൊമെന്റം ഡബിൾ ആയാലും കൈനറ്റിക് എനർജി എത്രയാവും? 4 ടൈംസ് ആവും. അതായത് വെലോസിറ്റി ഡബിൾ ആയി എന്ന് പറയുന്നതിന്റെ മറ്റൊരു വേർഷനാണ്. വെലോസിറ്റി ഡബിൾ ആയി എന്ന് പറയുന്നതിന്റെ മറ്റൊരു അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കുന്നതാണ് മൊമെന്റം ഡബിൾ ആകുക എന്ന് പറയുന്നത്. കാരണം ഇവര് നമ്മളെ റിലേഷൻ നോക്കി, മൊമെന്റവും വെലോസിറ്റിയും നമ്മളെ റിലേഷൻ മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റിയാണ്. വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന അതേ ചേഞ്ച് തന്നെ മൊമെന്റത്തിനും ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ വെലോസിറ്റി ഡബിൾ ആയി എന്ന് പറയുന്നതിന് പകരം ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ വേർഡിങ്സ് ഉപയോഗിക്കുന്നതാണ് മൊമെന്റം ഡബിൾ ആയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് സെറ്റാണെന്ന് വിചാരിക്കുന്നു. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 പ്രോബ്ലംസ്, വെലോസിറ്റി ഡബിൾ ആകുന്നു, മൊമെന്റം ഡബിൾ ആകുന്നതും മനസ്സിലായെന്ന് വിചാരിക്കാം. അടുത്തതിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അടുത്തതും അഗൈൻ വീണ്ടും ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 2 objects A and B are moving with the same velocity. 2 objects A and B are moving with the same velocity. The mass of object A is twice that of B. Then the ratio of the kinetic energy of A to that of B is dash. The ratio of kinetic energy of A to that of B is dash. ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്ത് വരും റേഷ്യോ? തനിയെ ട്രൈ ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. കിട്ടിയാലും ഇല്ലെങ്കിലും ചെയ്ത് കാണിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ആദ്യം ശ്രമിച്ചു നോക്കി. കിട്ടിയ ആൻസർ കിട്ടിയോ? അപ്പൊ നമുക്ക് നോക്കാം. 2 ഒബ്ജക്റ്റുകളുണ്ട്. എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും ഉണ്ട്, അതുപോലെ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും ഉണ്ട്. 2 objects A and B moving with the same velocity. അപ്പോൾ എയുടെയും ബിയുടെയും വെലോസിറ്റിക്ക് മാറ്റമൊന്നുമില്ല. എയുടെ വെലോസിറ്റി ബി ആണെങ്കിൽ ബിയുടെ വെലോസിറ്റിയും ബി ആണ്. The mass of object A is twice that of B. അപ്പോൾ ബിയുടെ മാസ് നമ്മൾ എം എന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡബിൾ ആണ് എയുടെ മാസ്. അപ്പോൾ അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ ട്വൈസ് എന്ന് പറയുമ്പോൾ 2 ടൈംസ്. അപ്പോൾ 2m എന്ന് എടുക്കാം മാസ്. എങ്കിൽ കൈനറ്റിക് എനർജി, അപ്പൊ നമ്മളിവിടെ കൈനറ്റിക് എനർജി എഴുതുമ്പോൾ എയുടെ കൈനറ്റിക് എനർജിയെ നമുക്ക് ഇങ്ങനെ എഴുതാം: ഹാഫ് ഇൻറ്റു 2m ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയും. ബിയുടെ കൈനറ്റിക് എനർജിയെ ഇങ്ങനെ എഴുതാം: കൈനറ്റിക് എനർജി ഓഫ് ബി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇവനെ ഇങ്ങനെ മാറ്റി എഴുതാം: 2 ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ ഇവരുടെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് കൈനറ്റിക് എനർജി ഓഫ് എ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ബി എന്ന റേഷ്യോ, അതായത് കൈനറ്റിക് എനർജി ഓഫ് എ ഈസ് ടു കൈനറ്റിക് എനർജി ഓഫ് ബി എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയാം:
2 into half mv square divided by half mv square. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ ക്യാൻസൽ ആയി. പിന്നെ വരുന്നത് 2 അല്ലെങ്കിൽ 2:1 എന്ന് പറയാം. അപ്പോൾ ഇവിടെ 2:1 എന്ന രീതിയിൽ ഓപ്ഷൻ ഇല്ല. അപ്പൊ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാം? 2 എന്ന് പറയാം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. The work done to increase the velocity of a car of 800 kilogram from 5 meter per second to 10 meter per second is dash. അപ്പൊ ഇവിടുന്ന് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ ചെയ്യുന്ന ഒരു വണ്ടിയുടെ വേഗതയ്ക്ക് ചേഞ്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നിർത്താനോ ഒക്കെ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് പറയാം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്തെടുക്കാൻ സാധിക്കും? നമുക്ക് കൈനറ്റിക് എനർജി എന്ന് എടുക്കുവാൻ സാധിക്കും. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിയാണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ഈക്വൽ ടു കൈനറ്റിക് എനർജിയാണ്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയാം, ഹാഫ് എം വി സ്ക്വയർ. പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് വെലോസിറ്റീസ് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഉണ്ട്. അപ്പൊ അതിനെ ഇങ്ങനെ മാറ്റി എഴുതാം, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ഐ സ്ക്വയർ, സോറി വി എഫ് ഫൈനൽ വെലോസിറ്റി മൈനസ് വി എഫ് സ്ക്വയർ മൈനസ് എന്ത് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന് കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് എടുക്കാം. കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് എടുക്കാം അവിടുത്തെ വർക്ക് ആയിട്ട്. അപ്പൊ ഇങ്ങനെ വർക്ക് എനർജി തരുന്ന അനുസരിച്ച് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പറയാൻ സാധിക്കും, ഹാഫ് എം വി എഫ് സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഐ സ്ക്വയർ എന്ന് പറയും. അപ്പൊ അതിനെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് കോമൺ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി എഫ് സ്ക്വയർ മൈനസ് വി ഐ സ്ക്വയർ എടുക്കാം. അപ്പൊ അതിലേക്ക് കൊടുക്കുമ്പോൾ വാല്യൂ കൊടുക്കുമ്പോൾ മാസ് എന്ന് പറയുന്നത്, കാറിന്റെ മാസ് എന്ന് പറയുന്നത് 800 ആണ്, 800 കിലോഗ്രാം ആണ്. ശരിയല്ലേ? ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 10 ആണ്. 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് 100 ആണ്. മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 5 ആണ്. 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് 25 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 800 ഇൻറ്റു ഇവിടെ നമുക്ക് 75 എന്ന് കിട്ടും, ഇത് 400 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത ആൻസർ എന്തോരെന്ന് പറഞ്ഞേ? 400 ഇൻറ്റു എന്ന് പറയാം 75 എന്ന് പറയാം. 75 ഇൻറ്റു 2 150 ആണ്. 4 എന്ന് പറയുന്നത് 300 ആണ്. 75 ഇൻറ്റു 4 300 ആണ്. 2 0 കൂടെ കൊടുക്കുക. അപ്പൊ അവിടെ നിന്നൊരു ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതെല്ലാം കിലോ ജൂളിലാണ്. അപ്പൊ 1000 അങ്ങ് ഒഴിവാക്കണം. 1000 ഒഴിവാക്കാൻ പറയാം 3 0 മാറും. 3 0 മാറുമ്പോൾ ഇവനെ എന്ത് പറയാം? 30 കിലോ ജൂൾ എന്ന് പറയാം. 30 കിലോ ജൂൾ എന്ന് പറയാം. സംഭവം മനസ്സിലായോ? അപ്പൊ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. A compressed spring possesses dash. A compressed spring possesses dash. A compressed spring possesses dash. A compressed springന്റെ ഊർജ രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെയിൻ മൂലമുണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ സ്ട്രെയിൻ മൂലമുള്ള എനർജി എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ മൂലമുള്ള എനർജി എന്ന് പറയുന്നത്, അപ്പൊ ഒരു സ്പ്രിങ്, കംപ്രസ്ഡ് സ്പ്രിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന, വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു കമ്പിയിലെ ഊർജമെന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ് വരുന്നത്. കംപ്രസ്ഡ് സ്പ്രിങ് അത് കേസ് പൊട്ടൻഷ്യൽ എനർജിയാണ് വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു നമ്മൾ നോക്കാം. An object of 2 kilogram is moving with an acceleration 4 meter per second square. Then the net force acting on the object. മാസ് തന്ന് ആക്സിലറേഷൻ തന്ന് ഫോഴ്സ് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ മാസും ആക്സിലറേഷനും ഉണ്ടെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് MA. അപ്പൊ ഇവിടെ മാസ് എത്രയാന്ന് ചോദിക്കുക നിങ്ങൾ? 2 കിലോഗ്രാം. ആക്സിലറേഷൻ 4. അപ്പൊ 2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 എന്ന് കിട്ടും. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് അല്ലെ? അപ്പൊ 8 ന്യൂട്ടൺ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ഇതും കൂടെ ചെയ്ത് അവസാനിപ്പിക്കും, സമയമുണ്ട്. An object of mass 80 kilogram is moving with a velocity of 60. Then the momentum of the object is dash. Then the momentum of the object is dash. Then the momentum of the object is dash. അപ്പോൾ മാസ് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് 80. മാസ് 80. വെലോസിറ്റി എന്ന് പറയുന്നത് 60. മാസും വെലോസിറ്റിയും അറിയാമെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് MV ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് 80 ഇൻറ്റു വെലോസിറ്റി 60. 8 ഇൻറ്റു 5 8 48 48 2 0. ശരിയല്ലേ? 4800 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ചെയ്ത ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, പ്രയോജനം ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഇന്നവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.